ആധുനിക സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് സമ്പ്രദായം എങ്ങനെ കൂടുതൽ ജനകീയമാക്കാം എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പ്രവാസികൾക്ക് വിദേശത്ത് നിന്ന് നേരിട്ട് വോട്ട് രേഖപ്പെടുത്താനുള്ള സാധ്യതകളും ആരായുന്നുണ്ട്. പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിച്ച് കാലക്രമേണ ഇത് നടപ്പിലാക്കും എന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ഇപ്പോൾ പൊതുഭരണ വകുപ്പിൽ സൈനികക്ഷേമ വിഭാഗം ചുമതല വഹിക്കുന്ന രാജു നാരായണ സ്വാമി പറഞ്ഞു. അതിനെ അകത്തെ അണിയറകളിലെ ഡിസ്കഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാസിയുടെ വോട്ടവകാശം തന്നെയാണ്. ഇന്ന് ടെക്നോളജി വളരെയേറെ, ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെയേറെ അതിദ്രുതം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്റർനെറ്റ് വഴിയുള്ള വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് തീർച്ചയായിട്ടും ഇത് നടപ്പാകും എന്നാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാളം വിങ് സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന്റെ മുഖ്യാതിഥിയായാണ് രാജു നാരായണ സ്വാമി മസ്കത്തിലെത്തിയത്. മുഴുവൻ പ്രതിസന്ധികളെ അതിജീവിച്ചും അഴിമതിക്കെതിരായ തന്റെ ചെറുത്തുനിൽപ്പ് തുടരുമെന്നും അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, മലയാളം വിങ് ഭാരവാഹികളായ കാളിദാസൻ, ചന്ദ്രശേഖരൻ, രവീന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 3 ദിവസം നീളുന്ന കേരളോത്സവത്തിന് ഇന്ന് അൽഫലാജ് ഹോട്ടലിൽ തുടക്കമായി. നാളെ നടക്കുന്ന വനിതാ ദിനാചരണത്തിൽ കെ അജിത പങ്കെടുക്കും. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.